അന്ന് അവിടെ വെച്ച് ഒത്തിരി സന്തോഷം തോന്നിയെങ്കിലും വീട്ടിലെത്തിയപ്പോൾ ഞാൻ വളരെ അസ്വസ്ഥയാവാൻ തുടങ്ങി. അന്ന് എനിക്കൊരു കാര്യം മനസ്സിലായി. ഒരു ഘട്ടം വരുമ്പോൾ നമ്മളിലെ കുറവുകൾ നമ്മുടെ ഉള്ളിൽ തന്നെ ഒരു പ്രത്യേക പേടി ജനിപ്പിക്കുമെന്ന്. ജീവിതത്തിൽ ആദ്യമായി സംസാരശേഷിയില്ലാത്തത് വലിയൊരു കുറവായി എനിക്ക് തോന്നി. ദേവൻ എൻ്റെ എല്ലാ അവസ്ഥയും മനസ്സിലാക്കിയിട്ട് തന്നെയാണ് എന്നെ സ്നേഹിക്കുന്നതെന്ന് അറിഞ്ഞിട്ട് പോലും ഈ ഒരു കാരണം കൊണ്ട് ആൾക്കൊരു മറുപടി കൊടുക്കാനുള്ള ധൈര്യം പോലും എനിക്കില്ലാതായി. അന്ന് ഞാൻ തീരുമാനിച്ചു, ഒന്നില്ലെങ്കിൽ എൻ്റെ മനസ്സിലെ സ്നേഹം ദേവനായിട്ട് തന്നെ തിരിച്ചറിയണം, അല്ലെങ്കിൽ നേരായ ഒരു മറുപടി ലഭിക്കാത്തതിൻ്റെ പേരിൽ ദേവനെ ഇഷ്ടത്തിൽ നിന്നും പിന്മാറാം. പിറ്റേന്ന് ദേവൻ എൻ്റെ മറുപടിക്കായി അവിടെ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. എന്നാൽ ഒന്നാം മുഖത്ത് നോക്കി ചിരിക്കാനുള്ള ധൈര്യം പോലും എനിക്കുണ്ടായിരുന്നില്ല. മനസ്സ് നിറയെ ശബ്ദമില്ലാത്തൊരു കുട്ടിയുടെ അപകർഷതാബോധമായിരുന്നു. ദേവനാണെങ്കിൽ ഞങ്ങളുടെ നാട്ടിൽ അറിയപ്പെടുന്ന ഒരു ഗായകനും. അന്നത്തെ എൻ്റെ ആ ഒഴിഞ്ഞുമാറൽ തീർച്ചയായിട്ടും ദേവനെ എനിക്കിഷ്ടമല്ല എന്നുള്ള സൂചനയായിരിക്കും ആൾക്ക് നൽകിയിട്ടുണ്ടാവുക.